യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. മനുഷ്യൻ എപ്പോഴും വളരെയധികം ചിന്താകുലത നിറഞ്ഞവനും വളരെയധികം ജീവിതത്തിൽ ദുഃഖങ്ങളിലൂടെയും നിരാശകളിലൂടെയും കടന്നു പോകുന്നവരാണ്. ഇതൊരു മനുഷ്യ യാഥാർത്ഥ്യമാണ്. പണം ഉള്ളവനാകട്ടെ പണമില്ലാത്തവനാകട്ടെ എല്ലാവരും ഇതേപോലെ തന്നെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നാം സന്തോഷിക്കുവാനാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട്, എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത്? നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ എപ്രകാരമാണ് നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നത്? ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾക്കൊരോരുത്തർക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്നെനിക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ട്. പലപ്പോഴും നമ്മളുടെ സന്തോഷ ദുഃഖങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളിൽ തന്നെയാണ് അതിൻ്റെ കാരണമായിട്ട് നാം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകാം നമുക്ക് നമ്മളിൽ തന്നെ സന്തോഷമില്ലാതെ വരുന്നത്, നമ്മളിൽ തന്നെ നിരാശ തോന്നുന്നത്. എന്നാൽ നാം മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ആശ്രയമാക്കിയാൽ, ആ ആശ്രയമാക്കുന്നവരെ ആളുകൾ നമ്മെ സഹായിപ്പാനും നമ്മെ സന്തോഷത്തോടെ നിലനിർത്തുവാൻ പ്രാപ്തരുമാണെങ്കിൽ നമുക്ക് വലിയ സന്തോഷമുണ്ടാകും. ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഈ ശിശുക്കളുടെ കാര്യം ചിന്തിക്കാറുണ്ട്. ശിശുക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ, വീട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ആ കുട്ടികൾ വളരെ നിരാശരല്ല, അവർ എപ്പോഴും സന്തോഷിക്കുന്നവരാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും അടുത്തവരായ ആളുകൾ മരിച്ചു പോകുമ്പോഴും ഈ കുഞ്ഞുങ്ങൾ ചിരിക്കുകയോ അല്ലെങ്കിൽ സന്തോഷിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവരിൽ തന്നെ ചിന്തിക്കുന്നില്ല. അവർ ആരെയാണ് ആശ്രയിക്കുന്നത്, അവരെയാണ് അവർ എപ്പോഴും നോക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നതായ ഒരു സന്ദേശമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 4-ാം വാക്യം ഞാൻ ആ വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നമ്മൾ കർത്താവിൽ സന്തോഷിക്കണം. എങ്ങനെയാണ് നമുക്ക് കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും നമ്മുടെ ദൈവമാണ് നമുക്ക് നൽകുന്നത് എന്നുള്ള ആ ചിന്ത നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഭാവി, നമ്മുടെ സമാധാനം, ഇതെല്ലാം ദൈവമാണ് നൽകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിന് സപ്പോർട്ടീവായിട്ടുള്ള അനേക വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം സമാധാനത്തെക്കുറിച്ചാണെങ്കിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. അതുപോലെ നമുക്കുള്ള ആഹാരം, നമുക്കുള്ള വസ്ത്രം, ഇതെല്ലാം തന്നെ ദൈവം നമുക്ക് തരുന്നു എന്നുള്ളതായ സൂചനയും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആശ്രയം നാം യേശുവിൽ വെച്ചാൽ നമ്മെപ്പോലെ സന്തോഷിക്കുന്ന വേറെ ഉണ്ടാവുകയില്ല. നേരത്തെ ഞാൻ ശിശുക്കളുടെ കാര്യം പറഞ്ഞു. ശിശുക്കൾ എപ്പോഴും ഹാപ്പിയാണ്. കാരണം അവർ അവരുടെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നു, അവരുടെ സ്വന്തക്കാരെ ആശ്രയിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുന്നില്ല. അവരുടെ ആഹാരത്തെക്കുറിച്ചോ അവരുടെ വസ്ത്രങ്ങളെക്കുറിച്ചോ ഒന്നും അവർക്ക് ഭാരമില്ല. മറിച്ച് അവർക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ അപ്പന്, അമ്മ, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂട്ടുകാർ ഇതെല്ലാം എനിക്ക് തരുന്നു എന്നുള്ളതായ ഒരു ചിന്ത ഈ കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ പേരൻസിൽ സന്തോഷിക്കുക, അവരുടെ സുഹൃത്തുക്കളിൽ സന്തോഷിക്കുക. എന്തോ പറയുന്നത് പോലെ നാം കർത്താവിൽ നമ്മുടെ ആശ്രയം വേണ്ടതുപോലെ വെച്ചാൽ നമുക്കെപ്പോഴും സന്തോഷിപ്പാൻ കഴിയും. അതാണ് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേൻ. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ദുഃഖിക്കുന്ന അനുഭവങ്ങളുണ്ടാകാം. പല വിഷയങ്ങളിലും നിങ്ങൾ ഭാരപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇന്ന് വചനത്തിലൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിച്ചാൽ നിങ്ങളുടെ സങ്കടങ്ങൾ മാറും, നിങ്ങളുടെ നിരാശകൾ മാറും. എന്നു മാത്രമല്ല, കർത്താവിലുള്ള ആശ്രയത്വം നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ആരെങ്കിലും ഇന്ന് ദുഃഖത്തോടെ ഭാരത്തോടുകൂടെ അവരുടെ ഭവനങ്ങളിലായിരിക്കുന്നെങ്കിൽ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ക്ലേശങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ. Thank you for watching Morning Dew. Kindly tuned up for next day messages.